ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതാണ് 14ാമത്തെ ലെസൺ. ഓൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞാണ് ആ പാട്ട് അല്ലേ? മിസ് ജസ്റ്റ് ഒന്ന് പാടാം. അപ്പൊ ആരൊക്കെ പഠിച്ചു എന്ന് നോക്കണ്ടേന്ന് അല്ലേ? എന്താണ്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അപ്പോ മാവേലി നാട് ഭരിച്ചിരുന്ന കാലം എന്താണ്, എങ്ങനെയുള്ളായിരുന്നു? വളരെ മനോഹരമായിരുന്നു അല്ലെ? എന്തുകൊണ്ടൊക്കെ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഉണ്ടായിരുന്നു. അതായത് വലിപ്പ ചെറുപ്പങ്ങളോ അല്ലെ അങ്ങനത്തെ ജാതീയമായതോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന് ആർക്കും വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ കള്ളമില്ല, ചതിയില്ല, പൊളിവചനം, കള്ളത്തരങ്ങളൊന്നും പറയാറില്ല അല്ലെ? അങ്ങനെയുള്ള ഒരു നല്ല കാലമായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം. ഓക്കെ, അതാണ് നമ്മൾ അതിൽ പഠിച്ചത്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ പാഠത്തിന്റെ പേജ് നമ്പർ ഏത്? 51. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. പേജ് നമ്പർ 51 കണ്ടോ നിങ്ങള്? 51ാമത്തെ പേജ്. ആരുടെ പിക്ചറാ അവിടെ കാണുന്നേ? മഹാബലിയുടെ അല്ലേ? മഹാബലിയുടെ പിക്ചറാണ് അവിടെ കാണുന്നത് അല്ലേ? എങ്ങനെയാ? കുടവയറക്കിണ്ടല്ലേ മഹാബലിക്ക്? ഓക്കെ. അപ്പോ മഹാബലിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ? ഈ കാലം മഹാബലി നാട് വാഴുന്ന കാലത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ മഹാബലി ഇവിടെ ഉണ്ട് അല്ലെ? ശ്രദ്ധിക്കണേ, എല്ലാ മക്കളും ശ്രദ്ധിക്കണേ. ടെൻഷൻ ഒന്നും ആവേണ്ട, കുറച്ച് വലിയ പാടാന്ന്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇത് ഒരുപാട് ഇങ്ങനെ എഴുതാനൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരെ പറ്റിയാ പറഞ്ഞ? മഹാബലിയെ പറ്റി അല്ലേ? പേര് മഹാബലി. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. വാമനൻ ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു. അടുത്ത അടി കൊണ്ട് സ്വർഗവും അളന്നു. 3ാമത്തെ അടിക്കായി വാമനൻ കാലുയർത്തി. ഇല്ല അല്ലേ? ഭൂമിയും എന്തൊക്കെ? സ്വർഗവും ഭൂമിയും കഴിഞ്ഞു. അപ്പോ അടുത്ത അടിക്കായി വാമനൻ കാലുയർത്തിപ്പിടിച്ചു അല്ലെ? അപ്പോ എന്തായി? മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. എന്താ മനസ്സിലായത്? ഒന്നുകൂടി മിസ് പറയാ. ആ ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കുക. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? ആ പേരെന്താണ്? മഹാബലി, മാവേലി അല്ലെ? മാവേലിയും എന്നറിയപ്പെടുന്ന മഹാബലിയാണ് അദ്ദേഹം അല്ലേ? ദേവാംഗേ കിടക്കല്ല മോനെ, ശ്രദ്ധിക്കൂടെ? അപ്പോ പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? മഹാബലി. ഓക്കെ, ഈ മഹാബലി, മാവേലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു അല്ലെ? പ്രജകളെ എങ്ങനെയാ നമ്മൾ പറഞ്ഞു ഇനി തൊട്ട് മുമ്പേ ആ പാട്ടില്ലേ അല്ലെ? പ്രജകളെയൊക്കെ വളരെയേറെ, പ്രജകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഉള്ള ആളുകൾ അല്ലേ? അപ്പൊ പ്രജകളെയൊക്കെ അദ്ദേഹം നല്ലവണ്ണം സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു അല്ലെ? 3 അടി മണ്ണ് ചോദിച്ചു. അപ്പോ മഹാബലി നല്ല രാജാവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? കൊടുക്കൂ അല്ലേ? തരാന്ന് സമ്മതിച്ചു. അപ്പോ 3 അടി മണ്ണിന് വേണ്ടി മഹാബലി കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചു. വാമനൻ ഒരടി കാല് വെച്ച സമയത്ത് തന്നെ ഏത് മൊത്തം അളന്നു? ഭൂമി മുഴുവൻ, നമ്മുടെ ഈ കാണുന്ന ഭൂമി മുഴുവൻ അളന്നെടുത്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത അടിക്ക് വേണ്ടി അടുത്ത അടി എന്ത് ചെയ്തു? അടുത്തൊരു കാല് വെച്ചെന്തായി? സ്വർഗവും മുഴുവൻ
അളന്നു. അപ്പൊ ഭൂമിയും സ്വർഗവും കഴിഞ്ഞു അല്ലെ, 2 അടി വെക്കുമ്പോഴേക്ക് കഴിഞ്ഞു. അടുത്ത അടി എവിടെയാണ് വെക്കേണ്ടതെന്ന് ആര് വാമനൻ മഹാബലിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കുനിഞ്ഞിരുന്ന് തല കാണിച്ചു കൊടുത്തു. എന്റെ തലയിൽ വച്ചോളൂ അടുത്ത അടി എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ അദ്ദേഹം താണിരുന്ന് തല കാണിച്ചു കൊടുത്തു. അപ്പൊ 3-ാമത്തെ അടിക്കായി വാമനൻ കാലുയർത്തി. മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ എവിടേക്ക് ചവിട്ടി താഴ്ത്തി? ഭൂമിയുടെ താഴെ എന്താണ്? പാതാളാണ് അല്ലെ. അപ്പൊ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അങ്ങനെ നമ്മുടെ ഈ നാടുവാണിയുടെ നമ്മള് നേരത്തെ പറഞ്ഞ ആ പാട്ടിലത്തെ ആ മഹാബലി അങ്ങനെ പ്രജകളെ സ്നേഹിച്ചിരുന്ന, നല്ലപോലെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അല്ലെ. അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പോ അദ്ദേഹം ആ നാട്ടിലില്ലല്ലോ അല്ലെ, പാതാളത്തിലെത്തി അല്ലേ. അപ്പോ അടുത്ത വരി എന്നാ പറഞ്ഞു നോക്കാം നമുക്ക് അല്ലെ, അടുത്ത പാരഗ്രാഫില്. അപ്പൊ ഇതുവരെ മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നുകൂടി അത് മിസ് വായിക്കാം. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് മഹാബലി. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. വാമനൻ ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു. അടുത്ത അടി കൊണ്ട് സ്വർഗവും അളന്നു. 3-ാമത്തെ അടിക്കായി വാമനൻ കാൽ ഉയർത്തി. മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അല്ലെ. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ മിസ്, ശ്രദ്ധിക്കണേ എല്ലാവരും. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി തിരിച്ചു വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു അല്ലെ. തന്റെ പ്രിയപ്പെട്ട പ്രജകൾ ഉണ്ടല്ലേ, ഇവിടെ ഭരിച്ചിരുന്ന ആ നാട്ടില് പ്രിയപ്പെട്ട പ്രജകളില്ലേ, അപ്പൊ അവരെ കാണാൻ വേണ്ടി ഒരു ഇത് കൊടുത്തു. എന്ത് കൊടുത്തു? വാമനൻ എന്താ കൊടുത്ത? അനുവാദം കൊടുത്തു. എന്ത് അനുവാദം കൊടുത്ത്? തന്റെ വർഷത്തിലൊരിക്കല് തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വരാമെന്ന ഒരു അനുവാദം കൊടുത്തു അല്ലെ. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി തിരിച്ചു വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ. മനസ്സിലായോ ഇപ്പം? അപ്പൊ ആ മഹാബലി വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ആര്? മഹാബലി. ആ മഹാബലി തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി വർഷത്തിലൊരിക്കൽ വരുന്നതാണ് എന്ത്? ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ അല്ലേ. ഇപ്പൊ മനസ്സിലായോ? തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മൾ കൊണ്ടാടുന്നത് എന്തുകൊണ്ടാ? ആ നമ്മുടെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ മഹാബലി വരുന്ന ദിവസമാണല്ലേ തിരുവോണം. ഇപ്പം ക്ലിയർ ആയില്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ദിവസവും ഇല്ലതിൽ നിന്നും പ്രത്യേകമായി നമ്മൾ എന്തൊക്കെ ചെയ്യും? മുറ്റത്ത് പൂക്കളിടും, വിഭവസമൃദ്ധമായ സദ്യകൾ ഉണ്ടാക്കും, കുട്ടികളും മുതിർന്നവരും പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അല്ലേ ഓണം അത്യാഹ്ലാദപൂർവം ആഘോഷിക്കും അല്ലേ. അതാണ് നമ്മൾ ഓണം ആയിക്കൊണ്ടാടുന്നത്. ആര്? ഈ മഹാബലി നമ്മുടെ നാട് കാണാൻ വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ഭരിച്ചിരുന്നത് അതുപോലെയാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്ന് കാണിക്കാനായി അല്ലേ. അങ്ങനെയാണ് അതിനെ പറ്റിയുള്ള ഐതിഹ്യം. മനസ്സിലായോ ഓണത്തെ പറ്റിയുള്ള ഐതിഹ്യം? അപ്പോ എപ്പോഴാണ് ഓണം ആഘോഷിക്കുന്നത്? എപ്പോഴാണ് ഓണം ആഘോഷിക്കുന്നത്? എപ്പോഴാ മുത്താസിം? ചിങ്ങമാസത്തിലെ തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നമ്മള് ഓണം ആഘോഷിക്കുന്നത് അല്ലെ. അപ്പോ എന്താണ് നമ്മുടെ വിശ്വാസം? ആരാ പറഞ്ഞേ? അയാൻ വിജേഷേ, ഓണത്തെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? എന്താ ഐതിഹ്യാണുള്ളത്? മാവേലി നാട് കാണാൻ വരും അല്ലെ. തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ മഹാബലി വരുന്ന ദിവസമാണ് തിരുവോണമായി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. അല്ലേ? അന്ന് നമ്മളൊക്കെ എങ്ങനെയാ ആയുഷേ? തിരുവോണം നാളില് നമ്മള് എന്താ ചെയ്യുക? സദ്യയാക്കും. പിന്നെന്തൊക്കെ ചെയ്യും? കുളിച്ച് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ മഹാബലിനെ വരവേൽക്കാനായി കാത്തു നിൽക്കും. പിന്നെന്തൊക്കെ ചെയ്യും? മുറ്റത്ത് വലിയൊരു പൂക്കളൊക്കെ തയ്യാറാക്കും അല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചില്ലേ? നിങ്ങളൊക്കെ മത്സരിച്ച് വിജയിച്ചില്ലേ? വലിയ പൂക്കള മത്സരം ഉണ്ടായിരുന്നു അല്ലേ, ഓൺലൈൻ തന്നെ. അപ്പൊ അതാണ് ഓണത്തെ പറ്റിയുള്ള സങ്കല്പം. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ഇപ്പോ
മഹാബലി ആരാണെന്ന് പഠിച്ചു അല്ലേ? മഹാബലി നാട് കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണമായി നമ്മൾ ആഘോഷിക്കുന്നത്. ആരാണ് മഹാബലി? അല്ലെ, നമ്മുടെ നാട് ഭരിച്ചിരുന്ന ആള് അല്ലെ? എങ്ങനെ? വളരെ നന്നായി അല്ലേ? അപ്പൊ പ്രജകൾക്കൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അല്ലെ? അപ്പൊ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നമ്മൾ ഓണം കൊണ്ടാടുന്നത് അല്ലെ? അപ്പൊ ഓണത്തെ പറ്റി നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലേ? ഇല്ലേ മക്കളെ, അറിയോ? അപ്പോ അത്ര വരെയാണ് ഇപ്പം പഠിക്കാനുള്ളത്. നമുക്ക് ഓണസദ്യ അടുത്ത ദിവസമേ നമുക്ക് പഠിക്കണ്ടു കേട്ടോ. ഒരുപാടാവുമ്പം ഇപ്പൊ നമ്മൾ ഈ 2 പേജ് പഠിച്ചു. ഇപ്പൊ ഒന്ന് ഏതാ? തിരുവോണം. തിരുവോണം എഴുതിയത് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഹെഡിങ് തിരുവോണം, തിരുവോണം അല്ലേ? അടുത്ത് നമ്മൾ ആ ഒരു വരി പഠിച്ചു അല്ലെ? ഏത്? മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പിന്നെന്താ നമ്മൾ പഠിച്ചേ? മഹാബലിനെ പറ്റി പഠിച്ചു. മഹാബലി എഴുതിയത് കണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പത്രത്തിലായാലും വലിയ ഹെഡിങ്ങും ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിഹ്നങ്ങളും കൂടെ കൂട്ടി നോക്കി വായിച്ചു നോക്കണം. അപ്പൊ മഹാബലി എന്നാണ് അതിലുള്ളത് അല്ലേ? പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് മഹാബലി. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. വാമനൻ ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു. അടുത്ത അടി കൊണ്ട് സ്വർഗവും അളന്നു. 3-ാമത്തെ അടിക്കായി വാമനൻ കാലുയർത്തി. മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി തിരിച്ചു വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ. ഓക്കെ, അതുവരെ ക്ലിയർ ആയോ? ആയോ മക്കളെ? ഓക്കെ, വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? വായിക്കാൻ പറ്റുമോ പാഠഭാഗം? ആർക്ക് വായിക്കാൻ പറ്റും ഇന്നത്തെ മഹാബലി എന്നുള്ള ഭാഗം? ഷഹ്ബർക്കാവോ? ഷഹ്ബർ ഒന്ന് വായിച്ചേ നോക്കട്ടെ. ആൻഡ്രോസേ, അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ ആൻഡ്രോസേ? യെസ്, ഷഹ്ബർ പറഞ്ഞോ. നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ല. മോക്ക് കേൾക്കുന്നില്ലേ? വേറെ ആർക്കെങ്കിലും കേൾക്കാതെ ഉണ്ടോ? ഇപ്പോ മിസ് പറയുന്ന കേൾക്കുന്നില്ലേ? ഇപ്പം കേൾക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ വായിക്കാനല്ല അല്ലെ? റിച്ചാർഡ് വായിക്കൂ അല്ലെ? റിച്ചാർഡ് മഹാബലി. പണ്ട് കേരളത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. പേര് മഹാബലി. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. വാമനൻ ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു. അടുത്ത അടി കൊണ്ട് സ്വർഗവും അളന്നു. 3-ാമത്തെ അടിക്കായി വാമനൻ കാലുയർത്തി. മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി തിരിച്ചു വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാനായി വരുന്ന
ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ. ഓക്കെ, വെരി ഗുഡ് റിച്ചാർഡേ, നല്ല രീതിയിൽ വായിച്ചുവല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? കഴിഞ്ഞ ദിവസം പോയം വായിക്കാത്തവരില്ലേ? ആ പാട്ട് വായിക്കാത്തവരില്ലേ? ആരൊക്കെ? ആദ്യത്തെ ഒന്ന് വായിച്ചേ മോനെ. ആദ്യത്തെ തിരുവോണം എന്നുള്ള ഭാഗം, അതായത് പേജ് നമ്പർ 50, 50-ാമത്തെ പേജ്. മാവേലി നാടുവാണി ഇടുങ്കാലം എന്നുള്ളത്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആദിത്യനു പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആർക്കുമുട്ടില്ല കള്ളവുമില്ല വിഭജനം കള്ളപ്പറയും ചെന്നാഴിയും ഉത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, സൂപ്പറായി വായിക്കുന്നുണ്ടല്ലേ മക്കള്? ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ബിയോണ നോബിള്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലതാനും കളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനഴിയും കളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാരും വായിക്കുന്നുണ്ട് അല്ലേ? ആയുഷ് വായിച്ചേ. മാവേലിയാടും മനുഷ്യരെല്ലാം പോലെ ആമോദത്തോടെ വസിക്കും കാലം ചതിയുമില്ല അടുത്തല്ലേ? കള്ളപ്പറയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ ആയിഷേ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, അമൃത. തിരുവോണം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? അടുത്ത ആരാണ്? ആൻഡ്രോസ്. വായിച്ചു. മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല
പൊളിവചനം വചനം കള്ളപ്പറയും ചെറുനാഴിയും ഉം. പത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. എല്ലാ മക്കളും വായിക്കുന്നുണ്ട് അല്ലേ? സൂപ്പറായി പാടി അമൃതി. ഓക്കെ, ആൻഡ്രോസ് പാടി സൂപ്പറായിട്ടല്ലേ? എല്ലാരും പാടിയവര് മുഴുവൻ ആളും പാടി നല്ല നീറ്റില്. ഓക്കെ, ഏബൽ മാത്യു കൈ പൊക്കുന്നുണ്ട്. ഏബൽ മാത്യു അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. നാട് പണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ ോടെ വസിക്കും കാലം ആപത്തന്നാക്കും മുട്ടില്ല ഗാനം കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹാദി ഹൈദർ. ഹാദി ഹൈദർ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ആരാ കൈവെക്കുന്നേ? ഇവിടെ നീലാഞ്ജന കൈവെക്കുന്നുണ്ട്. ഓക്കെ, നാടുവാണിരും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കില്ല ഗാനം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം പഴയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദേവാങ്ക്. ദേവാങ്ക് വായിക്കുന്നുണ്ട്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാണിടും വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും ആർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓക്കെ മക്കളെ, ഇപ്പൊ കട്ടാവാൻ സാധ്യതയുണ്ടേ. ഓക്കെ, എല്ലാ മക്കളെ കൊണ്ട് ഇത് വായിപ്പിക്കുവേ. പാഠഭാഗം നല്ലപോലെ വായിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ, സി യു. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണേ. പാഠം നല്ലപോലെ വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ, സി യു. ബൈ. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, ഗുഡ്. ജസ്റ്റ് ഒന്ന് പേര് വിളിക്കാം മിസ്. ദേവാങ്ക്, സേറ മരിയ, ഏബൽ മാത്യു, ആൻഡ്രോസ് ഡെന്നി, ദേവർഷ പി, ഹാദി ഹൈദർ, ഐഫൂന, നൂറാസ് മുഹമ്മദ്, ജോവിൻ, ജോയൽ,